ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പവർ സിസ്റ്റംസ് ആണ്. പവർ സിസ്റ്റം ഫോൾട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ പ്രൊട്ടക്ഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രൊട്ടക്ഷൻ്റെ ബേസിക് കൺസെപ്റ്റുകൾ വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. ഇനി അതിൻ്റെ കുറച്ചും കൂടിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫോൾട്ട് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ എക്സാമുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് നമ്മൾ എയിം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലാസ്സുകളാണ് നടക്കുന്നത്. സോ നമ്മൾ സർക്യൂട്ട് ബ്രേക്കറിലേക്ക് കടന്നു അല്ലേ. സർക്യൂട്ട് ബ്രേക്കറിൻ്റെ വേരിയസ് പാരാമീറ്ററുകൾ ഡിസ്കസ് ചെയ്തു അല്ലേ. സർക്യൂട്ട് ബ്രേക്കേഴ്സിൻ്റെ വേരിയസ് പാരാമീറ്റേഴ്സ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറേ ടൈപ്പ് വോൾട്ടേജസുകളെ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ. വോൾട്ടേജുകൾ ഏതൊക്കെയാണ്? നമ്മുടെ റിക്കവറി വോൾട്ടേജ് അല്ലേ, റിക്കവറി വോൾട്ടേജ്, അതുപോലെ തന്നെ ആക്റ്റീവ് റിക്കവറി വോൾട്ടേജ്, പിന്നെ നമ്മുടെ പ്രോസ്പെക്റ്റീവ് വോൾട്ടേജ്, ദെൻ നമ്മുടെ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് അല്ലേ. ഇത്തരത്തിലുള്ള വോൾട്ടേജുകളെ നമ്മൾ നോക്കി. അപ്പം നമ്മളതിൽ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ വോൾട്ടേജ് സോഴ്സ് നമ്മൾ രണ്ടായിട്ടാണ് ആക്ച്വലി ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് നമ്മുടെ ഈ 50 ഹെർട്സിൽ വരുന്ന സോഴ്സുകളും അതുപോലെ തന്നെ നമ്മുടെ LC ഓസിലേഷൻ കൊണ്ടുണ്ടാവുന്ന സോഴ്സുകളും. ഓക്കെ, അത് എന്ന് പറയുന്നത് നമ്മുടെ എഫ് എത്രയാണ്? 1/2π√LC. ഓക്കെ, അപ്പോൾ ഒന്ന് നമ്മുടെ 50 ഹെർട്സ് സോഴ്സ് കൊണ്ടുണ്ടാകുന്ന വോൾട്ടേജ്, അതുപോലെ തന്നെ ഫ്രീക്വൻസി 1/2π√LC കൊണ്ടുണ്ടാകുന്ന വോൾട്ടേജുകൾ. ഓക്കെ, 50 ഹെർട്സ് കൊണ്ടുണ്ടാകുന്ന വോൾട്ടേജുകളാണ് നമ്മുടെ റിക്കവറി വോൾട്ടേജും ആക്റ്റീവ് റിക്കവറി വോൾട്ടേജും. നമ്മുടെ LC ഓസിലേറ്റേഴ്സ് കൊണ്ടുണ്ടാകുന്ന 1/2π/LC കൊണ്ടുണ്ടാകുന്ന സാധനങ്ങളാണ് നമ്മുടെ ഏത് വോൾട്ടേജുകൾ? റീസ്ട്രൈക്കിംഗ് വോൾട്ടേജുകൾ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കാം. ദെൻ വി ഹാവ് ടോൾഡ് ദാറ്റ് നമ്മുടെ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ VCB എന്ന് പറയുന്നത് റീസ്ട്രൈക്കിംഗ് തന്നെയാണ് അല്ലേ. റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് തന്നെയാണ്. എപ്പോഴാണ്? I = 0, അതായത് നിങ്ങളുടെ ആർക്ക് ഇൻറ്ററപ്ഷൻ്റെ സമയത്ത് I = 0 ആണെങ്കിൽ ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് തന്നെയാണ്. അതിനെയാണ് നമ്മൾ ആക്ച്വലി സ്വിച്ചിങ് ഓവർ വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സ്വിച്ചിങ് ഓവർ വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. ഇനി I ≠ 0 ആണെങ്കിൽ, ഇഫ് I ≠ 0 ഫോർ ആർക്ക് ഇൻറ്ററപ്ഷൻ ആണെങ്കിൽ നമ്മുടെ VCB എന്ന് പറയുന്നത് ഈ രണ്ട് വോൾട്ടേജിനെ സമ്മാനിക്കും. ഏതൊക്കെ? നമ്മുടെ റീസ്ട്രൈക്കിങ്ങും പ്ലസ് നമ്മുടെ പ്രോസ്പെക്റ്റീവ് വോൾട്ടേജും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതിൽ ഓർക്കേണ്ട പോയിന്റ് ഈ റീസ്ട്രൈക്കിങ്ങിൻ്റെയും പ്രോസ്പെക്റ്റീവിൻ്റെയും കാരണക്കാർ എന്ന് പറയുന്നത് LC ഓസിലേറ്ററുകളാണ്. ഓക്കെ, കാരണം LC ഓസിലേഷൻസ് വരുമ്പോഴാണ് ആ വോൾട്ടേജസ് എക്സിബിറ്റ് ചെയ്യുന്നത്. കാരണം ട്രാൻസിയൻറ്റ് വോൾട്ടേജുകളാണ്. ഓക്കെ, രണ്ടും എങ്ങനത്തെ വോൾട്ടേജാണ്? ട്രാൻസിയൻറ്റ് വോൾട്ടേജുകളാണ്. ട്രാൻസിയൻറ്റ് വോൾട്ടേജ് മീൻസ് ഒരു ചെറിയൊരു മൊമെൻറ്റിൽ ഉണ്ടാകുന്ന മൊമെൻ്ററി വോൾട്ടേജുകളെയാണ് നമ്മൾ ട്രാൻസിയൻറ്റ് വോൾട്ടേജസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പുതിയൊരു കൺസെപ്റ്റാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ പേരാണ് റെസിസ്റ്റൻസ് സ്വിച്ചിങ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, റെസിസ്റ്റൻസ് സ്വിച്ചിങ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ റെസിസ്റ്റൻസ് സ്വിച്ചിങ്ങിലേക്ക് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ഒരു സർക്യൂട്ട് നമുക്കൊന്ന് ഡ്രോ ചെയ്യാം. നമുക്ക് ഇതുവരെയുള്ള സർക്യൂട്ട് ഇവിടെ L, ഇവിടെ ആരാണ്? C അല്ലേ. ഇവിടെ നമ്മുടെ സർക്യൂട്ട് ബ്രേക്കർ. ക്ലിയർ? ഇവിടെ നമ്മുടെ സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നിലവിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുകയെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അതായത് നോൺ സീറോയിൽ, അതായത് I ≠ 0, നോൺ സീറോയിൽ നമുക്ക് ഏത് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും? VP ഈസ് പ്രൊഡ്യൂസ്ഡ്. ശരിയല്ലേ? അപ്പം VP ഈസ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഇൻഡക്ടറിൻ്റെ എനർജി അല്ലേ. എനർജി ഓഫ് യുവർ ഇൻഡക്ടർ ഈസ് ട്രാൻസ്ഫേർഡ് ടു യുവർ എനർജി ഓഫ് യുവർ കപ്പാസിറ്റർ. ഓക്കെ, അപ്പം
കപ്പാസിറ്ററിലേക്ക് വരണം. അപ്പോൾ വി പി എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, I × √L/C ആണ്. ശരിയല്ലേ? 1/2 I × √L/C ആണ്. അപ്പം നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ ഈ റെസിസ്റ്റൻസ് സ്വിച്ചിങ് എന്നുള്ളതാണ് പേര് അല്ലേ. അപ്പോൾ റെസിസ്റ്റൻസ് സ്വിച്ചിങ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു റെസിസ്റ്റർ കടന്നു വരുമെന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ അല്ലേ. ഒരു റെസിസ്റ്റർ കടന്നു വരും. റെസിസ്റ്റർ എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മളൊരു റെസിസ്റ്ററിനെ കൊണ്ട് പ്ലേസ് ചെയ്യിക്കുന്നത്. ക്ലിയർ? ഇവിടെയാണ് നമ്മളൊരു റെസിസ്റ്ററിനെ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റെസിസ്റ്ററിനെ പ്ലേസ് ചെയ്യിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഫിഗറിൽ ചെറിയൊരു ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഇതാ, ഇവിടെ നമ്മൾ റെസിസ്റ്ററിനെ പ്ലേസ് ചെയ്യിക്കുമ്പോൾ ഓക്കെ, ഇവിടെയാണ് ഇങ്ങനെയാണ് റെസിസ്റ്റർ വരിക. അപ്പോൾ ഇതാണ് നിങ്ങളെ സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ റെസിസ്റ്റൻസ് സ്വിച്ചിങ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ഞാൻ പറയാം. വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണിത്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് സ്വിച്ചിങ്ങിൽ നമ്മളൊരു റെസിസ്റ്ററിനെ നമ്മളിങ്ങനെ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റെസിസ്റ്റർ നമ്മളിങ്ങനെ കണക്ട് ചെയ്താൽ എന്താണ് ഗുണം ഉണ്ടാവുക? അതായത് റെസിസ്റ്റർ ഇങ്ങനെ കണക്ട് ചെയ്യുന്നു നിങ്ങളുടെ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ എക്രോസ് ആണ്. അത് ഓർത്ത് വയ്ക്കണം, സർക്യൂട്ട് ബ്രേക്കറിൻ്റെ എക്രോസ് ആണ് നമ്മൾ റെസിസ്റ്ററിനെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസിനെ ഇങ്ങനെ കണക്ട് ചെയ്യുന്നതുകൊണ്ട് വാട്ട് ഹാപ്പൻസ് ഈസ്, കുറച്ച് എനർജി, അതായത് നമ്മൾ ഇവിടുന്ന് ഇൻഡക്ടറിൽ നിന്ന് കപ്പാസിറ്ററിലേക്ക് ഫുള്ളി എനർജി ട്രാൻസ്ഫറിങ് ആണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റർ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ കുറച്ച് എനർജി ഏതിലെയും ഡിസിപ്പേറ്റ് ചെയ്യും. കുറച്ച് എനർജി നമ്മുടെ റെസിസ്റ്ററിലൂടെയും എന്ത് ചെയ്യും, ഡിസിപ്പേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ബൈ യൂസിങ് യുവർ ആർ വി ക്യാൻ ഡിസിപ്പേറ്റ് സം എനർജി ഓഫ് ഇൻഡക്ടർ. ഇൻഡക്ടറിലെ കുറച്ച് എനർജി എവിടെ എത്താതെ നമുക്ക് നോക്കാം, കപ്പാസിറ്ററിൽ എത്താതെ നോക്കാം. കുറച്ച് എനർജി അതിലൂടെ നമ്മൾ ഡിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ആറിലൂടെ ഡിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു തരത്തിൽ നമുക്ക് ഈ റെസിസ്റ്റൻസ് സ്വിച്ചിങ്ങിൻ്റെ കാര്യം പറയാം. അതുപോലെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ അറേഞ്ച് ചെയ്യാം, അല്ല നമുക്ക് അനലൈസ് ചെയ്യാം. അതായത് നമ്മൾ ഈ സർക്യൂട്ട് ഇൻട്രപ്ഷനിലുള്ള എക്സസീവ് വോൾട്ടേജ് സർജുകളെ, ഓക്കെ, എന്താണ് എക്സസീവ് വോൾട്ടേജ് സർജസിനെ, അതായത് ഈ സർക്യൂട്ട് ഇൻട്രപ്റ്റ് ചെയ്യുമ്പോൾ എക്സസീവ് വോൾട്ടേജ് സർജുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ സർക്യൂട്ട് ഇൻട്രപ്ഷന് സമയത്തുള്ള എക്സസീവ് വോൾട്ടേജ് സർജുകളെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഈ റെസിസ്റ്ററും ഒരു സർക്യൂട്ട് ബ്രേക്കറും കൂടെ കണക്ട് ചെയ്യാം. ആ കണക്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എക്സസീവ് വോൾട്ടേജ് സർജുകളെ നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. ഓക്കെ, റിമൂവ് ചെയ്യുമ്പോൾ അല്ല, നമ്മൾ ഇത് കണക്ട് ചെയ്യാൻ മനസ്സിലാക്കി ഇവിടെ ഒരു ഗ്യാപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ പേരാണ് സ്പിയർ ഗ്യാപ്പ്. ഇതിൻ്റെ പേരാണെന്ത്, സ്പിയർ ഗ്യാപ്പ്. ഓക്കെ, അപ്പോൾ സ്പിയർ ഗ്യാപ്പിൻ്റെ പ്രത്യേകതയാണ്, സ്പിയർ ഗ്യാപ്പാണ് ഞാൻ ആക്ച്വലി പറഞ്ഞ ഈ എക്സസീവ് വോൾട്ടേജിനെ കുറയ്ക്കുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ സ്പിയർ ഗ്യാപ്പിൽ ഇപ്പോൾ സപ്പോസ് ഹൈ വോൾട്ടേജ്, ഇഫ് ഹൈ വോൾട്ടേജ് കംസ് അക്രോസ് യുവർ CB, ഈ CBക്ക് അക്രോസ് ഹൈ വോൾട്ടേജ് വരിക എന്ന് വിചാരിക്കും. അപ്പം ഈ സ്പിയർ ഗ്യാപ്പിൻ്റെ ഇടയിലുള്ള ഈ മീഡിയം, ഇവിടെ ഒരു മീഡിയം ഉണ്ടാവുമല്ലോ അല്ലേ, ഈ സ്പിയർ ഗ്യാപ്പിൻ്റെ ഇടയിലുള്ള മീഡിയം വിൽ ഗെറ്റ്സ് അയോണൈസ്ഡ്. ക്ലിയർ? സ്പിയർ ഗ്യാപ്സിൻ്റെ മീഡിയം എന്ത് ചെയ്യും, അയോണൈസ് ചെയ്യും. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇത് അയണൈസ് ആകുമ്പോൾ ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് പോലെ ആവുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ റെസിസ്റ്റൻസ് ഏതുമായിട്ട് കണക്റ്റഡ് ആവും, നിങ്ങളുടെ സർക്യൂട്ട് ബ്രേക്കറായിട്ട് എന്താവും, കണക്റ്റഡ് ആവും. ക്ലിയർ? അതുകൊണ്ടാണ് ഇവിടെ ഒരു ഗ്യാപ്പ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഗ്യാപ്പ് വെച്ചതുകൊണ്ടാണ് ഇത് ഈ മീഡിയം അയോണൈസ് ആയിട്ട് ഇതൊരു ക്ലോസ്ഡ് പാത്ത് പോലെ ആയത്. എന്നാൽ ഈ ഗ്യാപ്പ് വെച്ചില്ലെങ്കിൽ കാര്യമില്ല, കാരണം റെസിസ്റ്റർ കണക്റ്റഡ് ആണെന്ന് തോന്നില്ല. പക്ഷേ ഗ്യാപ്പ് വെച്ചതുകൊണ്ടാണ് ഇത് അയോണൈസ്ഡ് ആയിട്ട് ഇതിങ്ങനെ ക്ലോസ്ഡ് സർക്യൂട്ട് പോലെ ആയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഇൻഡക്ടറിലൂടെയുള്ള കുറച്ച് ഇൻഡക്ടറിൽ പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ കപ്പാസിറ്ററിലേക്ക് വരുന്ന കുറച്ച് എനർജി ഏതിലൂടെയും ഡിസിപ്പേറ്റ് ചെയ്യാൻ സഹായിക്കും, ഈ റെസിസ്റ്ററിലൂടെയും ഡിസിപ്പേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ സ്പിയർ ഗ്യാപ്പ് ഉള്ളത് കൊണ്ടാണ്. സ്പിയർ ഗ്യാപ്പ് ഇല്ലെങ്കിൽ ഇത് അയോണൈസ്ഡ് ആവില്ല, ഇത് ക്ലോസ്ഡ് ആവില്ല. സ്പിയർ ഗ്യാപ്പ് ഉള്ളത് കൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്, അയോണൈസ്ഡ് ആവുന്നത്. ഓക്കെ, അപ്പോൾ അയോണൈസ് ആവുന്നു, ഇതെന്താവുന്നു, ഇതൊരു ക്ലോസ് സർക്യൂട്ട് പോലെ ആവുന്നു. അങ്ങനെ റെസിസ്റ്റർ കപ്പാസിറ്ററിനായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ റെസിസ്റ്റൻസ് സ്വിച്ചിങ്ങിൻ്റെ എഫക്റ്റുകൾ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു കുറച്ച് എനർജി ഡിസിപ്പേറ്റ് ആവും, അത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എഫക്റ്റ് ഓഫ് കറണ്ട് ചോപ്പിംഗ് ഈസ് റെഡ്യൂസ്ഡ്. ഓക്കെ, കറണ്ട് ചോപ്പിംഗ് എന്താണെന്ന് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയും.
ഇപ്പോൾ ജസ്റ്റ് എഴുതുക എഫക്റ്റ് ഓഫ് കറണ്ട് ചോപ്പിംഗ് ഈസ് റെഡ്യൂസ്ഡ്. കറണ്ട് ചോപ്പിങ്ങിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി റെസിസ്റ്റൻസ് സ്വിച്ചിങ് സഹായിക്കും. അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് റീസ്ട്രൈക്കിംഗ് ദ ആർക്ക് ഈസ് മിനിമൈസ്ഡ്. അതായത് നമ്മൾ ഇതിന് മുന്നേ ഒക്കെ പറഞ്ഞത് എങ്ങനെയാണ്, അതായത് നിങ്ങൾ നോൺ സീറോ കറണ്ടിൽ, അതായത് വെൻ യുവർ കറണ്ട് ഈസ് നോൺ സീറോ, നിങ്ങളുടെ ഫിഗർ ഇത്തരത്തിലുള്ള ഒരു ഫിഗറാണ് വരിക, ശരിയല്ലേ? അതായത് ഇവിടെയാണ് നിങ്ങൾ ഇൻട്രപ്ഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് അല്ലേ? അതായത് ഇവിടെ നോൺ സീറോ കറണ്ടാണ്. ഈ നോൺ സീറോ കറണ്ടിൽ എന്താ സംഭവിക്കുന്നത്? നോൺ സീറോ കറണ്ടിൽ ഏത് വോൾട്ടേജ് പ്രൊഡക്ഷൻ നടക്കും? പേഴ്സ്പെക്റ്റീവ് വോൾട്ടേജ് പ്രൊഡക്ഷൻ നടക്കും. അങ്ങനെ പേഴ്സ്പെക്റ്റീവ് വോൾട്ടേജ് പ്രൊഡക്ഷൻ നടക്കുകയാണെങ്കിൽ ആർക്ക് വിൽ റീസ്ട്രൈക്ക്. പിന്നെയും ആർക്ക് ഉണ്ടാവുന്ന ഒരു ഫിനോമിനലാണ് വരിക, മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെയും ആർക്കുകൾ ഉണ്ടായ ഒരിക്കലും നമുക്ക് ആർക്കിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റില്ല, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ ആ റീസ്ട്രൈക്കിങ് ആർക്ക് ഇങ്ങനെ പിന്നെയും നോൺ സീറോ കറണ്ടിൽ ഇങ്ങനെ വന്നുകൊണ്ട്, കാരണം ആർക്കിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, കറണ്ട് സീറോ. I equal 0 മാത്രമേ ആർക്ക് എക്സ്റ്റിങ്ക്വിഷ് ആവുള്ളൂ. ആർക്കിനെ നമ്മളിവിടെ I not equal 0 ഇൻട്രപ്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് പെർസ്പെക്റ്റീവ് വോൾട്ടേജ് ഉണ്ടാവും. അപ്പോൾ ആർക്ക് എന്ത് ചെയ്യും? റീസ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ റെസിസ്റ്റർ കണക്ട് ചെയ്യുന്ന വഴി ഈ ഫുള്ളി ആയിട്ടുള്ള എനർജി എന്ത് ചെയ്യില്ല, ഇവിടെ ഡിസിപ്പേറ്റ് ചെയ്യില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർസ്പെക്റ്റീവ് വോൾട്ടേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കുറച്ചുകൂടെ, ശരിയല്ലേ? പെർസ്പെക്റ്റീവ് വോൾട്ടേജ് കുറയ്ക്കാം. അതുവഴി ആർക്ക് റീസ്ട്രൈക്കിങ്ങിന് എന്ത് ചെയ്യാം? നമുക്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ക്ലിയർ? അപ്പോൾ അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. കറണ്ട് ചോപ്പിംഗ് കുറയ്ക്കാൻ വേണ്ടി പറ്റും, ആർക്ക് റീസ്ട്രൈക്കിംഗ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. കാരണം നിങ്ങൾക്ക് നേരത്തെ ഇവിടെ എല്ലിൽ നിന്ന് ഫുള്ളായിട്ടുള്ള എനർജി സിയിലേക്ക് എത്തിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഫുള്ളായിട്ടുള്ള എനർജി സിയിലേക്ക് എത്തുന്നുണ്ടോ? ഇല്ല. എനർജി അക്രോസ് സി കുറയൂലേ? കാരണം കുറേ ഭാഗം റെസിസ്റ്റർ ഡിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനർജി അക്രോസ് സി കുറയാന്ന് വെച്ചാൽ ഇവിടുത്തെ വോൾട്ടേജ്, കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കുറയുകയാണ്. കപ്പാസിറ്ററിന്റെ വോൾട്ടേജിന്റെ അക്രോസ് ഉള്ള കുറയുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് അല്ലെങ്കിൽ കപ്പാസിറ്റർ വി സി കുറയുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വി പി എന്ത് ചെയ്യാണ്? കുറയുകയാണ്. ഓക്കെ. അപ്പോൾ ആർക്ക് പിന്നെയും ഉണ്ടാകാനുള്ള സാധ്യത എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഓക്കെ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. ക്ലിയർ? ഇനി ഇതിൻ്റെ കുറച്ച് ഇക്വേഷൻസ് കാര്യങ്ങളാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. സോ ആ റെസിസ്റ്റൻസ് ബേസ് ചെയ്തുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാനുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഈ സർക്യൂട്ടിൽ if you are analyzing like that, അപ്പോൾ ഇവിടുത്തെ ഈ വോൾട്ടേജ് സോഴ്സ് കാരണം അപ്പോൾ ഇവിടെ ഒരു ഫോൾട്ട് കറണ്ട് ഉണ്ടാവുമല്ലോ അല്ലേ? ഫോൾട്ട് ഉണ്ടെങ്കിൽ ഫോൾട്ട് കറണ്ട് ഉണ്ടാവും, അതിനാണ് I എന്ന് പറയുന്നത്. ഈ I രണ്ട് സ്ഥലത്തേക്ക് സ്പ്ലിറ്റ് ആവുമല്ലോ. ഒന്ന് ഈ IR വരും, അതുപോലെ ഈ ICയും വരും, ശരിയല്ലേ? അപ്പോൾ അതാണ് ഇവിടെ എഴുതുന്നത്. I is equal to IR plus IC. ഓക്കെ. നമുക്കറിയാം I എന്ന് പറയുന്നത് വി സി ബൈ ആർ ആണ്. അതുപോലെ ഐ സി എന്ന് പറയുന്നത് എന്താ? സി ഡി വി സി ബൈ ഡി ടി. കറക്റ്റ്. അപ്പം നമുക്ക് ഈ നേരത്തെ ഇത് കാരണം നമുക്ക് വി സി നമുക്ക് കിട്ടും. വി സി വിൽ ബി ഈക്വൽ ടു വി എസ് മൈനസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഓക്കെ. അത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ. അതിൻ്റെ കാൽക്കുലേഷൻസ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. എൻ്റെ റിസൾട്ടിൽ യു വിൽ ബി ഗെറ്റിംഗ് ലൈക്ക് നമുക്ക് രണ്ട് റിസൾട്ടുകൾ കിട്ടും. അതായത് നമുക്ക് കിട്ടും ഒമേഗ വിൽ ബി ഈക്വൽ ടു 1/√ LC എന്നുള്ളൊരു റിസൾട്ടും കിട്ടും. സിമിലർലി യു വിൽ ബി ഗെറ്റിംഗ് യുവർ ഡാമ്പിങ് റേഷ്യോ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിലൊക്കെ പറഞ്ഞ ഡാമ്പിങ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 2 ഒമേഗ n അല്ലേ? ആ വിൽ ബി ഈക്വൽ ടു 1/RC എന്നുള്ള ലെവലിൽ കിട്ടും. അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 2 ഒമേഗ n ഈക്വൽ ടു 1/RC അല്ലെങ്കിൽ നമുക്ക് ആണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. എന്ന് പറയുന്നത് എത്രയാണ്? 1/2R. ഒമേഗ നമുക്കറിയാം ഓൾറെഡി 1/√ LC ആണ്. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 1/2R ഇൻറ്റു √L/C.
1/2r ഇൻറ്റു റൂട്ട് ഓഫ് L/C എന്നാണ് നമുക്ക് എന്ത് കിട്ടുക, ഡോനെ കിട്ടുക. ക്ലിയർ? ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാമ്പിംഗ് റേഷ്യോ. ഓക്കെ, കൺട്രോൾ സിസ്റ്റത്തിലുള്ള ടേമാണ്, അത് ഞാൻ ഇവിടെ തന്നെ യൂസ് ചെയ്യുന്നു. ക്ലിയർ? ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യുവർ സിസ്റ്റം ഈസ് അണ്ടർ ഡാംപ്ഡ്, ഓക്കെ, ഇഫ് യുവർ സിസ്റ്റം ഈസ് അണ്ടർ ഡാംപ്ഡ്, ഓക്കെ, അണ്ടർ ഡാംപ്ഡ് ആണെങ്കിൽ നമുക്ക് പറയാം ഡോ എന്താണ്, <1 ആണ്. ഓക്കെ, ഡോ <1 ആണെന്ന് പറഞ്ഞാൽ 1/2r ഇൻറ്റു റൂട്ട് ഓഫ് L/C <1 ആണ്. അതായത് യുവർ r വിൽ ബി ഗ്രേറ്റർ ദാൻ 1/2 ഇൻറ്റു റൂട്ട് ഓഫ് L/C. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ ഫിഗർ എങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this will look like ഇവിടെ ഇത്തരത്തിലുള്ളൊരു ബിഹേവിയർ ആണ് വരിക. ഓക്കെ, ഇത്തരത്തിലുള്ളൊരു ബിഹേവിയർ ആണ് വരിക. അതായത് ഇവിടെ നിന്ന് ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇറ്റ് വിൽ ഗോ ലൈക്ക് ദിസ്. ഓക്കെ, അപ്പം ഈ കാണിച്ചിരിക്കുന്ന ജനറൽ ഇതെന്ന് പറയുന്നത് നമ്മുടെ 50 Hz വോൾട്ടേജ് ആണ്. ഓക്കെ, നമ്മുടെ സപ്ലൈ വോൾട്ടേജ് ആണ്. ഇതാണ് നമ്മുടെ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ്. ക്ലിയർ? ഇങ്ങനെയാണ് നമ്മൾ റീസ്ട്രൈക്ക് ചെയ്യുക. അതായത് വളരെ ഷോർട്ട് ടൈം പീരീഡ് ആയിരിക്കും. നമ്മൾ ട്രാൻസിയൻറ്റ് വോൾട്ടേജ് പറഞ്ഞിരുന്നല്ലോ, വളരെ ഷോർട്ട് ടൈം പീരീഡ് ആയിരിക്കും. ഓക്കെ, ഈ പോയിന്റ് ഇല്ലേ നമ്മുടെ 0 പോയിന്റ്, ഈ 0 പോയിന്റ് ആണ് നമ്മുടെ എന്ത്, ആർക്ക് ഇൻ്ററപ്ഷൻ്റെ പോയിന്റ്. അല്ലെങ്കിൽ ആർക്ക് ഇൻ്ററപ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഈ 0യിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻ്ററപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു അണ്ടർ ഡാംഡ് സിസ്റ്റത്തിൽ ഇത്തരത്തിലുള്ളൊരു ഗ്രാഫാണ് ബിഹേവ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഒരു ഓവർ ഡാംഡ് സിസ്റ്റമാണ്. ഓക്കെ, ഓവർ ഡാംഡ് സിസ്റ്റം ഡോ <1. ക്ലിയർ? അപ്പോൾ നിങ്ങളുടെ r എന്താ വരിക, r വിൽ ബി ഗ്രേറ്റർ ദാൻ r വിൽ ബി <1/2 ഇൻറ്റു റൂട്ട് ഓഫ് L/C. കാരണം നിങ്ങളുടെ അണ്ടർ ഡാംപ്ഡിൽ എന്തായിരുന്നു, r > 1/2 റൂട്ട് L/C ആയിരുന്നു. ഇവിടെ r <1/2 L/C വരും. അതും നമ്മുടെ സിസ്റ്റം വോൾട്ടേജിൻ്റെ ഗ്രാഫ് ഇത്തരത്തിലുള്ളൊരു ഗ്രാഫാണ് എക്സിബിറ്റ് ചെയ്യുക. നിങ്ങളുടെ ആർക്ക് ഇൻ്ററപ്ഷൻ്റെ പോയിൻ്റ് ഇതാണെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഗ്രാഫാണ് വരിക. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ആർക്ക് ഇൻ്ററപ്ഷൻ പോയിന്റ്. ക്ലിയർ? അപ്പോൾ നമുക്ക് അണ്ടർ ഡാമ്പിൽ ഓവർ ഡാമ്പിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ഓവർ ഡാമ്പിൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഇങ്ങനെ ഓസിലേഷൻസ് ഉണ്ട്. ശരിയല്ലേ? ദർ ആർ ഓസിലേഷൻസ് ഇൻ അണ്ടർ ഡാംഡ്. ഓക്കെ, ഓവർ ഡാമിൻ്റെ പ്രത്യേകത ഇവിടെ എന്തില്ല, ഓസിലേഷനുകളില്ല. നോ ഓസിലേഷൻസ് ആർ പ്രസൻറ്റ്. ഓക്കെ, ഓസിലേഷൻസ് ഇല്ല. പതുക്കെ ഡീക്കേ ചെയ്യുകയാണ് അല്ലേ, പതുക്കെ എന്ത് ചെയ്യുകയാണ്, അതൊരു ഡീക്കേ ചെയ്യുകയാണ്, സ്ലോലി ഡീക്കേയിങ്. ക്ലിയർ? അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക, സ്ലോലി ഡീക്കേയിങ്, സ്ലോവർ റെസ്പോൺസ് ആണ്. ഇനി അടുത്തത് ക്രിട്ടിക്കലി ഡാംപ്ഡ് ആണ്. ഓക്കെ, ക്രിട്ടിക്കലി ഡാംപ്ഡ് എന്ന് പറഞ്ഞാൽ ഡോ 1 ആണ്. ഡോ 1 എന്ന് പറയുമ്പോൾ യുവർ r വിൽ ബി ഈക്വൽ ടു 1/2 റൂട്ട് ഓഫ് L/C. ക്ലിയർ? ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അതായത് ക്രിട്ടിക്കലി ഡാംപ്ഡ് ആകുമ്പോഴുള്ള, അതായത് ഓസിലേഷൻ ഒന്നും ഇല്ലാത്ത സമയത്ത്, ഇതാണ് കൃത്യമായിട്ട് ഓസിലേഷൻ ഇല്ലാത്തത്. കാരണം ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരികയെന്ന് വെച്ചാൽ ഇത് വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കൃത്യമായിട്ട് ഇവിടെ തന്നെ വരും. നിങ്ങളുടെ സിസ്റ്റം വോൾട്ടേജും ഇതും ഒരേ പോയിന്റിലാണ് വരിക. മനസ്സിലായില്ലേ? അപ്പം ഇതാണ് നിങ്ങൾ ആർക്ക് പോയിന്റ് എങ്കിൽ ഇത് സിസ്റ്റം വോൾട്ടേജ് ഒരേ പോയിന്റ് വരും. അതായത് ഓസിലേഷൻസ് ഇല്ലാത്ത അവസ്ഥയിലുള്ള ആറിൻ്റെ വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാം 1/2 റൂട്ട് ഓഫ് L/C. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓസിലേഷൻ ഇല്ല, അല്ലെങ്കിൽ ഓസിലേഷനെ ഡാംപ് ഔട്ട് ചെയ്യാനുള്ള വാല്യൂ. അപ്പോൾ ഇവിടെ എവിടെയാണ് ഓസിലേഷൻസ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്, അണ്ടർ ഡാംഡിലാണ് ഓസിലേഷൻസ് ഉള്ളത്. ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഓസിലേഷൻസ് ഇല്ല. കൃത്യമായിട്ട് എവിടെ ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺ അവർ ക്രിട്ടിക്കലി ഡാംഡ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഈ വേറൊരു സിസ്റ്റം ഉണ്ട്. ഓക്കെ, അത് ഞാൻ പറയാം, അൺഡാംഡ് സിസ്റ്റമാണ്. ഓക്കെ, ഈ അൺഡാംഡ് സിസ്റ്റത്തിൻ്റെ ഫിഗറാണ് നമ്മൾ പണ്ട് കണ്ടത്. നമ്മൾ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു ഫിഗർ കണ്ട ഓർമ്മയുണ്ട്. അതായത് ഇത് 2 ഇത് ARV എന്നുള്ള ലെവലിൽ കണ്ടില്ലേ? ഇതാണ് നമ്മളുടെ അൺഡാംഡിൻ്റെ ഇത് വരുന്നത്. ഓക്കെ,
VR റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ്. ഇതാണ് നിങ്ങൾ ഇതിന് ഈ ഒരു തരത്തിലുള്ള ഗ്രാഫ് വന്ന് മനസ്സിലാക്കുന്നത് അൺഡാംഡ് ആണ്. ബാക്കിയുള്ള ഡാമ്പിങ്ങിൻ്റെ ഗ്രാഫുകൾ ഇത്തരത്തിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തേക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്. ജനറലി നിങ്ങളോട് ചോദിക്കുകയാണ്, ജനറലി നിങ്ങളുടെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി R <= 1/2 റൂട്ട് L/C. R <= 1/2 റൂട്ട് LC. കാരണം ഓസിലേഷൻസ് ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ എത്ര റെസിസ്റ്റൻസ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇതാണ്. ഓസിലേഷൻസ് ഉള്ളതാണ് R > 1/2 റൂട്ട് LC. ജനറലി ഓസിലേഷൻസ് ഇല്ലാതെ നിങ്ങൾക്ക് റെസിസ്റ്റൻസ് സ്വിച്ചിങ്ങിൽ ആറിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി R = 1/2 റൂട്ട് LC എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ക്ലിയർ? സിമിലർലി നമ്മൾ നേരത്തെ ഈ സിസ്റ്റം വോൾട്ടേജുകളൊക്കെ പഠിച്ചല്ലോ. അപ്പോൾ അതിനെ ജനറലി ഇപ്പോൾ സിസ്റ്റം വോൾട്ടേജ് പറഞ്ഞ സ്ഥിതിക്ക് ഫിഗർ ഒന്ന് വരയ്ക്കാം. നമ്മുടെ സിസ്റ്റം വോൾട്ടേജ് നമ്മൾ ഡ്രോ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത്തരത്തിലാണ് നമ്മുടെ സിസ്റ്റം വോൾട്ടേജ് വരിക. ഓക്കെ, ഇവിടെ നിന്ന് ഇത്തരത്തിൽ. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് സോ. ഈ ഒരു ഇത്തരത്തിലൊരു ഗ്രാഫ് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക ഇത് നിങ്ങളുടെ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ആയിരിക്കും. ക്ലിയർ? അതുപോലെ ഇതാണ് നിങ്ങളുടെ സിസ്റ്റം വോൾട്ടേജ് വരുന്നത്. ഓക്കെ, നിങ്ങളുടെ സിസ്റ്റം വോൾട്ടേജ് ഇതാണ് വരുന്നത്. ക്ലിയർ? ഇവിടെ ഏകദേശം ഈ ഒരു ലെവലിലാണ് നിങ്ങളുടെ ഫോൾട്ട് കറണ്ട് ഉണ്ടാവുക കേട്ടോ. ഈ ഒരു ലെവലിലാണ് ഫോൾട്ട് കറണ്ട് ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഈ വോൾട്ടേജിൽ ഏകദേശം ഈ വോൾട്ടേജിനാണ് നമ്മൾ റിക്കവറി വോൾട്ടേജ് എന്ന് പറയുക. കാരണം നിങ്ങളുടെ ട്രാൻസിയൻസ് എൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലേ, നിങ്ങളുടെ ആഫ്റ്റർ ദ സിസ്റ്റം വോൾട്ടേജ് ആഫ്റ്റർ നമ്മുടെ ഓസിലേഷൻസ് കഴിഞ്ഞിട്ടുള്ള വോൾട്ടേജിനാണ് നമ്മൾ റിക്കവറി വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻഡിൽ ഈ അവസാനമുള്ള സാധനത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുക, റിക്കവറി വോൾട്ടേജ് എന്ന് പറയുന്നത്. ആ റിക്കവറി വോൾട്ടേജ് ഏത് തന്നെയാണ്, ഇവിടെ എന്ത് സപ്ലൈ വോൾട്ടേജ് തന്നെയാണോ ഉള്ളത് അത് തന്നെ. ശരിയല്ലേ? അപ്പോൾ അതാണ്, അങ്ങനെയാണ് നമുക്ക് ഗ്രാഫുകൾ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ക്ലിയർ? അപ്പോൾ അതാണ് നമ്മുടെ റെസിസ്റ്റൻസ് സ്വിച്ചിങ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. ക്ലിയർ? ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് കറണ്ട് ചോപ്പിംഗ് ആണ്. ഓക്കെ, കറണ്ട് ചോപ്പിംഗ് ആണ്. അപ്പം ഇതിൻ്റെ ബേസിക്സ്, കറണ്ട് ചോപ്പിങ്ങിൻ്റെ ബേസിക്സ് എന്താ വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ കറണ്ട് നോൺ സീറോ ആകുമ്പോഴാണ് നമുക്ക് കറണ്ട് നോൺ സീറോയിൽ ആർക്കിനെ ഇൻറ്ററപ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് എന്ത് അപ്പിയർ ചെയ്യും, പ്രോസ്പെക്റ്റീവ് വോൾട്ടേജ് ഒക്കേഴ്സ് അല്ലേ. പ്രോസ്പെക്റ്റീവ് വോൾട്ടേജ് എന്ത് ചെയ്യും, ഒക്കർ ചെയ്യും വെൻ യുവർ ആർക്ക് ഈസ് ഇൻറ്ററപ്റ്റഡ് അറ്റ് നോൺ സീറോ കറണ്ട് പ്രോസ്പെക്റ്റീവ് വോൾട്ടേജ് ഒക്കർ ചെയ്യും. ആ പ്രോസ്പെക്റ്റീവ് വോൾട്ടേജ് ആണ് എന്ത്, V = I × √L/C. ഓക്കെ, ആ കറണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഏത് കറണ്ടാണ്, അത് ആർക്ക് ഇൻറ്ററപ്ഷൻ്റെ സമയത്തുള്ള കറണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ആർക്കിൻ്റെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഓക്കെ ഞാനത് ഒരു ഫിഗറിലൂടെ ഞാൻ നിങ്ങൾക്ക് റെപ്രസെൻ്റ് ചെയ്യാം. എല്ലായിടത്തും ഈ നമ്മുടെ ആർക്ക് റീസ്ട്രൈക്കിങ്ങിൻ്റെ ഫിനോമിന തന്നെയാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഒക്കെ അത് കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്ത് വെക്കുക. ആർക്ക് റീസ്ട്രൈക്കിങ്ങിൻ്റെ ഫിനോമിനയാണ് മോർ ഇമ്പോർട്ടൻറ്റ്. അതായത് പ്രോസ്പെക്റ്റീവ് വോൾട്ടേജിൻ്റെ ഫിനോമിന, അത് തന്നെയാണ് നമ്മുടെ ആർക്ക് റീസ്ട്രൈക്കിങ്ങിൻ്റെ ഫിനോമിന. ഓക്കെ, ഓക്കെ
അപ്പോൾ ഇത് കറണ്ടിൻ്റെത്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ വോൾട്ടേജിൻ്റെ ഉണ്ട്. ഓക്കെ, വോൾട്ടേജിൻ്റെ ഒരു ഗ്രാഫ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജസിൻ്റെ ഗ്രാഫ് വിൽ ലുക്ക് ലൈക്ക് ഓക്കെ, ഇത്തരത്തിലുള്ളൊരു ഗ്രാഫാണ് വരിക. ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം ഓർത്ത് വയ്ക്കേണ്ട പോയിൻ്റ് ഇതാണ് നമ്മുടെ കറണ്ട് ഷോപ്പിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ. ആർക്ക് നോൺ സീറോ അല്ല, നമ്മൾ ആർക്ക് ഇൻട്രപ്ഷൻ നോൺ സീറോയിൽ ഇൻട്രപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പെർസ്പെക്റ്റീവ് വോൾട്ടേജ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ പെർസ്പെക്റ്റീവ് വോൾട്ടേജ് കൊണ്ട് ആർക്ക് ഉണ്ടാവും നമ്മൾ പറഞ്ഞു അല്ലേ. അങ്ങനെ ആർക്ക് ഉണ്ടാവുന്ന സമയത്ത് എന്ത് ഒക്കർ ചെയ്യും? ഡൈലക്ട്രിക് ബ്രേക്ക് ഡൗൺ ഒക്കർ ചെയ്യും. ശരിയല്ലേ? ഡൈലക്ട്രിക് ബ്രേക്ക് ഡൗൺ ഒക്കർ ചെയ്യും. അങ്ങനെ ഡൈലക്ട്രിക് ബ്രേക്ക് ഡൗൺ ഒക്കർ ചെയ്ത് പിന്നെയും എന്ത് ചെയ്യും? ആർക്ക് അഗെയിൻ ഒക്കേഴ്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വീണ്ടും വീണ്ടും ഈ നോൺ സീറോയിൽ തന്നെയാണ് നമ്മൾ ആർക്കിനെ ഇൻട്രപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ വീണ്ടും വീണ്ടും ആർക്ക് റീസ്ട്രൈക്കിംഗ് ഒക്കർ ചെയ്യാം അല്ലേ. അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് റീസ്ട്രൈക്കിംഗ് ഓഫ് ആർക്ക്, ഈ മൾട്ടിപ്പിൾ റീസ്ട്രൈക്കിംഗ് ഓഫ് ആർക്കിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി കറണ്ട് ചോപ്പിംഗ്. ക്ലിയർ? ഈ മൾട്ടിപ്പിൾ റീസ്ട്രൈക്കിംഗ് ഓഫ് ആർക്ക് ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ റെസിസ്റ്റൻസ് സ്വിച്ചിങ് ചെയ്തത്. ദ എഫക്റ്റ് ഓഫ് കറണ്ട് ചോപ്പിംഗ് ഈസ് റെഡ്യൂസ്ഡ്. അപ്പോൾ മൾട്ടിപ്പിൾ റീസ്ട്രൈക്കിംഗ് നോൺ സീറോയിലുള്ള ഈ ഇൻട്രപ്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് എനർജി ഇവിടെ ഡിസിപ്പേറ്റ് ചെയ്ത് അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്തത്? ഈ ഓസിലേഷൻസിനെ പതുക്കെ ഡാം ഔട്ട് ചെയ്ത് കൊണ്ടുവന്നത്. മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ ഓസിലേഷൻസിനെ പതുക്കെ ഡാം ഔട്ട് ചെയ്തില്ല, അത് റെസിസ്റ്റൻസ് വെച്ച് എനർജി കുറച്ച് അതിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്ത് പതുക്കെ ഡാം ഔട്ട് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നേരത്തെ ഈ കറണ്ട് ചോപ്പിക്കാണ് ആക്ച്വലി പറഞ്ഞ മൾട്ടിപ്പിൾ റീസ്ട്രൈക്കിംഗ് ഓഫ് ആർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കറണ്ട് ചോപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോൺ സീറോ കറണ്ടിൽ നമ്മൾ എപ്പോഴൊക്കെ ഇൻട്രപ്റ്റ് ചെയ്യാൻ നോക്കിയാലോ അപ്പോഴൊക്കെ ഒരു പ്രോസ്പെക്റ്റീവ് വോൾട്ടേജ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ എഗെയിൻ ആൻഡ് എഗെയിൻ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അഗെയിൻ ആൻഡ് അഗെയിൻ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഈ വേവ് ഫോമിൻ്റെ ഇടയിൽ. ഓക്കെ, അപ്പോൾ വേവ് ഫോമിൻ്റെ ഇടയിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നോൺ സീറോയിൽ ഇപ്പോൾ സപ്പോസ് ഇവിടെയാണ് നമ്മൾ ആർക്കിനെ ഇൻട്രപ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ആർക്കിനെ ഇൻട്രപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ഇൻട്രപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടെ ആർക്ക് റീസ്ട്രൈക്ക് ചെയ്യും. അതാണ് ഇവിടെ വീണ്ടും മുകളിലേക്ക് പോയത്. ഓക്കെ, ആർക്ക് റീസ്ട്രൈക്ക് ചെയ്ത് മുകളിലെത്തി കഴിഞ്ഞ് പിന്നെ ഒരു ഡിലേ വന്നു. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും എന്ത് ചെയ്തു? റീസ്ട്രൈക്ക് ചെയ്തു, പിന്നെയും ഒരു ഡിലേ വന്നു, പിന്നെ റീസ്ട്രൈക്ക് ചെയ്തു, പിന്നെ ഒരു ഡിലേ വന്നു, പിന്നെ റീസ്ട്രൈക്ക് ചെയ്തു, അങ്ങനെ പോയി അല്ലേ. അപ്പോൾ ഈ പോയിന്റുകൾ ഏതൊക്കെ പോയിന്റുകൾ? ഈ പോയിന്റുകൾ, അതായത് നമ്മൾ ഈ ആരോ മാർക്ക് ഇട്ട പോയിന്റുകളാണ് റീസ്ട്രൈക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ റീസ്ട്രൈക്കിംഗ് പോയിന്റ്. ആർക്ക് റീസ്ട്രൈക്ക് ചെയ്യുമ്പോൾ പിന്നെയും ഗെയിൻ ചെയ്ത് മുകളിലേക്ക് പോയി. ഓക്കെ, ഈ വേക്കൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ആർക്ക് ഉണ്ടോ? ഇല്ല, ആർക്ക് വാനിഷസ് ദീസ് ഏരിയാസ്. ഓക്കെ, അപ്പോൾ ആ വേക്കൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ആർക്ക് വാനിഷ്ഡ് ആണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇടയിലുള്ള ഈ സെക്ഷനിൽ ആർക്കുകളില്ല, പക്ഷേ വേറെ ഓരോ സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്? ആർക്ക് ഒക്കർ ചെയ്യുന്നുണ്ട്. ആ ഒക്കർ ചെയ്യുന്ന കാരണമാണ് നമ്മൾ അതിനെ കറണ്ട് ചോപ്പിംഗ് അവിടെ ഉണ്ടായി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് വേവ് ഫോം, എന്താ പ്രശ്നം ഇതിൽ? കൃത്യമായിട്ടുള്ള വേവ് ഫോം ഒബ്റ്റെയിൻ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ ഈ കറണ്ട് ചോപ്പിംഗ് കാരണം ഇവിടുത്തെ കുറച്ച് പോർഷൻസ് എന്തായി? കട്ടായി പോയി അല്ലേ. കുറച്ച് വേവ് ഫോം കാണുന്നുണ്ട് ഇവിടെ. കൃത്യമായിട്ട് നമുക്കൊരു ഓർഡറിലുള്ള വേവ് ഫോം അല്ലേ വരേണ്ടത്, പക്ഷെ അതിന് പകരം ഇവിടെ കട്ടായി പോയി. ഈ ഫിനോമിനെയാണ് എന്ത് വിളിക്കുന്നത്? കറണ്ട് ചോപ്പിംഗ് എന്ന് വിളിക്കുന്നത്.
ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റീസ്ട്രൈക്കിംഗ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ റീസ്ട്രൈക്കിങ് പിന്നെ കുറച്ച് നേരം ഉണ്ടാവില്ല, പിന്നെ റീസ്ട്രൈക്കിങ് കുറച്ച് നേരം. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് വരേണ്ട വേവ് ഫോം എന്ത് ചെയ്തു, ഇങ്ങനെ കട്ടായിപ്പോയി. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ആ ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് കറണ്ട് ചോപ്പിംഗ്. ക്ലിയർ? ഇപ്പോൾ വോൾട്ടേജിൻ്റെ വിത്ത് റെസ്പെക്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഈ വേവ് ഫോം അല്ലെങ്കിൽ ഇവിടെയാണ് നിങ്ങളുടെ VP ഒക്കെ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും നിങ്ങളിവിടെ പിന്നെയും റീസ്ട്രൈക്കിംഗ് ഒക്കെ ചെയ്തു, അവിടെയും പിന്നെയും VP ഒക്കെ ചെയ്തു. അങ്ങനെ VP ഇങ്ങനെ ഒക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്നു. ക്ലിയർ? അപ്പോൾ അതാണ് നമ്മൾ അതിൻ്റെ കൺസെപ്റ്റായിട്ട് വരുന്നത്. മനസ്സിലായില്ല? അപ്പോൾ കറണ്ട് ചോപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പോകേണ്ടതായിട്ടുള്ള ഒരു കറണ്ട് ഉണ്ടായിരുന്നു, അതിന് പകരം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോൺ സീറോയിൽ ഇൻട്രപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അപ്പോൾ VP ഉണ്ടാവും. നോൺ സീറോയിൽ പിന്നെയും ഇൻട്രപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അപ്പോൾ VP ഉണ്ടാവും. അങ്ങനെ പോകുന്ന ആ ഫിനോമിനനെ വിളിക്കുന്നവരാണ് കറണ്ട് ചോപ്പിംഗ്. അത് കാരണം കുറേ കറണ്ട് എന്തായി പോകും, കട്ടായി പോകും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് രക്ഷിക്കാൻ അല്ലെങ്കിൽ ഇത് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അതിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് സ്വിച്ചിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് സ്വിച്ചിങ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്താണ്, കുറച്ച് എനർജി എന്ത് ചെയ്യും, റെസിസ്റ്റൻസിലൂടെയും എന്ത് ചെയ്യും, ഡിസിപ്പേറ്റ് ചെയ്യും. അങ്ങനെ കുറച്ച് എനർജി റെസിസ്റ്റൻസിലൂടെ ഡിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസ്പെക്റ്റീവ് വോൾട്ടേജ് എന്ത് ചെയ്യും, കുറയും. അപ്പോൾ ആർക്ക് അധികമായിട്ട് എന്ത് ചെയ്യില്ല, ഉണ്ടാവില്ല. ക്ലിയർ? അപ്പോൾ ഇതിന് വേണ്ടിയാണ് ആക്ച്വലി നമ്മൾ ഈ പറഞ്ഞ റെസിസ്റ്റൻസ് സ്വിച്ചിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ? വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യം. പിന്നെ ഇതിൽ ചോദിക്കുന്ന വേറെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഏത് സർക്യൂട്ട് ബ്രേക്കറിലാണ് ഈ ഫിനോമിനൻ കൂടുതലായിട്ട് കാണുന്നതെന്ന് ചോദിച്ചാൽ എയർ ബ്ലാസ്റ്റ് CBകളിലാണ് ഇത് കൂടുതലായിട്ട് വരുന്നത്. ടൈപ്സ് ഓഫ് CB നമ്മൾ പഠിക്കും, ഇപ്പോൾ ഓർത്ത് വയ്ക്കുക. മോസ്റ്റ്ലി ഇത് കാണപ്പെടുന്നത് എവിടെയാണ്, എയർ ബ്ലാസ്റ്റ് CBകളിൽ. അപ്പോൾ റെസിസ്റ്റൻസ് സ്വിച്ചിങ് എവിടെയാണ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചാൽ എയർ ബ്ലാസ്റ്റ് CB. കറണ്ട് ചോപ്പിംഗ് എവിടെയാണ് അപ്പോൾ കാണുന്നത്, എയർ ബ്ലാസ്റ്റ് CBയിലാണ് കാണുക. അത് റെസ്ട്രിക്റ്റ് ചെയ്യാനാണ് നമ്മൾ റെസിസ്റ്റൻസ് സ്വിച്ചിങ് ഉപയോഗിക്കുന്നത്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് 2 കൺസെപ്റ്റ്സ് ആണ്. നല്ല ക്ലാരിറ്റി വരേണ്ട 2 കൺസെപ്റ്റുകളാണിത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതോടുകൂടി നമുക്ക് ഈ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഏകദേശം ഒരു ഐഡിയകൾ നമുക്ക് കിട്ടി. ഇനി ആകെ ചെറിയൊരു ടോപ്പിക്കേ ലെഫ്റ്റ് ഉള്ളൂ, 2 ടോപ്പിക്ക് ലെഫ്റ്റ് ഉണ്ട്. ഒന്ന് സർക്യൂട്ട് ബ്രേക്കറിൻ്റെ റേറ്റിംഗ്സ്. ഓക്കെ, ഇത് ഒരു പക്കാ തിയറി പോലത്തെ ഒരു ടോപ്പിക്കാണ്. റേറ്റിംഗ്സ് ഓഫ് CB, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് CB. ഓക്കെ, ഇതിലൊക്കെ വളരെ ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം റേറ്റിംഗ്സ് ഓഫ് CB എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ റേറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ റേറ്റിംഗ്സ് എല്ലാ ഡിവൈസുകളിലും നമുക്ക് വേണം. അപ്പോൾ സർക്യൂട്ട് ബ്രേക്കറിൽ 2-3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമുകളുണ്ട്. ആ ടേമുകളാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ സർക്യൂട്ട് ബ്രേക്കർ എല്ലാ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിലും എന്ത് ചെയ്യണം, ഓപ്പറേറ്റ് ചെയ്യണം അല്ലേ. ഫോൾട്ട് ഉണ്ടെങ്കിൽ ഫോൾട്ടിനെ ഓപ്പൺ ചെയ്യണം, അങ്ങനെ ഫോൾട്ടിനെ ബ്രേക്ക് ചെയ്യണം. സിമിലർലി കുറച്ച് നേരം ആ ഫോൾട്ടിനെ റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള കഴിവ് വേണം അല്ലേ. അങ്ങനെ കുറേ കാര്യങ്ങളുള്ള ഒരാളാണ് നമ്മുടെ സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, അപ്പോൾ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ റേറ്റിംഗ്സ് നമുക്ക് 3 തരത്തിലാണ് വരുന്നത്. ഒന്നാമത് നമ്മുടെ ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്നുള്ളൊരു ടേമാണ്. ഓക്കെ, ബ്രേക്കിംഗ് കപ്പാസിറ്റി. ക്ലിയർ? ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്ന ടേമാണ്. അപ്പം ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു ബ്രേക്കിംഗ് കപ്പാസിറ്റി ഈസ് എ റേറ്റിംഗ്. ഓക്കെ, ഇതൊരു റേറ്റിംഗ് തന്നെയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ RMS കറണ്ട്. ഓക്കെ, ഒരു RMS കറണ്ടാണ്. എങ്ങനെ RMS കറണ്ട് സച്ച് ദാറ്റ് എ സർക്യൂട്ട് ബ്രേക്കർ ഈസ് കേപ്പബിൾ ഓഫ് ബ്രേക്കിംഗ് അല്ലേ. സർക്യൂട്ട് ബ്രേക്കർ എന്താവണം, ബ്രേക്കിംഗ് ആവണം അല്ലെങ്കിൽ ബ്രേക്ക് ആവണം. സർക്യൂട്ട് ബ്രേക്കർ ഈസ് കേപ്പബിൾ ഓഫ് ബ്രേക്കിംഗ് അറ്റ് എ ഗിവൺ റിക്കവറി വോൾട്ടേജ്. ഓക്കെ, ഒരു ഗിവൺ റിക്കവറി വോൾട്ടേജിൽ സർക്യൂട്ട് ബ്രേക്കർ ബ്രേക്ക് ആവാനുള്ള RMS കറണ്ട്, ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ബ്രേക്കിംഗ് കപ്പാസിറ്റി ആക്ച്വലി 2 തരത്തിലുണ്ട്. കാരണം നമുക്കിവിടെ DC കമ്പോണൻറ്റും വരും, AC കമ്പോണൻറ്റും വരും. ഓക്കെ, അപ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്, ബ്രേക്കിംഗ് കപ്പാസിറ്റി എപ്പോഴും RMS വാല്യൂവിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക.
അപ്പോൾ ഇവിടെ 2 ബ്രേക്കിംഗ് കറണ്ട് വരും. അതിലൊന്നിൻ്റെ പേരാണ് സിമെട്രിക്കൽ ബ്രേക്കിംഗ് കറണ്ടും മറ്റൊന്ന് അസിമെട്രിക്കൽ ബ്രേക്കിംഗ് കറണ്ടുമാണ്. ഓക്കെ, അത് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇഫ് ഇതാണ് നിങ്ങളുടെ ഐ ഓഫ് ടി എങ്കിൽ ഇതൊക്കെ ട്രാൻസിയൻസും സ്റ്റഡി സ്റ്റേറ്റും ഒക്കെയാണ്. ആ കൺസെപ്റ്റ്സ് നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നില്ല, അത് കുറേ ഉണ്ട്. നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് ഇതൊന്ന് പറഞ്ഞു തരാം. ഇത് ഡി സി ഓഫ് സെറ്റും അതുപോലെ തന്നെ എ സിൻ്റെ മറ്റുള്ള കമ്പോണൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ അത് കുറച്ചൊരു ലെങ്തിയർ ഏരിയ ആണ്, നമുക്കത് ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് അനലൈസ് ചെയ്യാം. നമ്മുടെ എ സി കമ്പോണൻറ്റ് പറയുന്നത് ഇപ്പോൾ സപ്പോസ് ഈ ഇൻസ്റ്റൻ്റ് ആണെങ്കിൽ ഇതെടുക്കുക, ഇത് എക്സും ഇതാണ് നിങ്ങളുടെ ഡി സി കമ്പോണൻറ്റ്, ഈ ചെറിയ വാല്യൂ. ഓക്കെ, അതിനെ ഞാൻ വൈ എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 കറണ്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സിമെട്രിക്കൽ ബ്രേക്കിംഗ് കറണ്ടാണ്. സിമെട്രിക്കൽ ബ്രേക്കിംഗ് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ആർ എം എസ് വാല്യൂ ഓഫ് എ സി കമ്പോണൻറ്റ്. ക്ലിയർ? ഇവിടെ ഞാൻ എക്സ് ആണ് എ സി കമ്പോണൻ്റായിട്ട് എടുക്കുന്നത്, അതുപോലെ വൈ ആണ് നമ്മുടെ ഡി സി കമ്പോണൻ്റായിട്ട് എടുക്കുന്നത്. ക്ലിയർ? അപ്പോൾ സിമെട്രിക്കൽ ബ്രേക്കിംഗ് കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ആർ എം എസ് വാല്യൂ ഓഫ് എ സി കമ്പോണൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാം x/√2. ക്ലിയർ? ഇനി അടുത്തത് അസിമെട്രിക്കൽ ബ്രേക്കിംഗ് കറണ്ടാണ്. ഓക്കെ, അപ്പോൾ അസിമെട്രിക്കൽ ബ്രേക്കിംഗ് കറണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി ടോട്ടൽ വാല്യൂ ഓഫ് ആർ എം എസ് കറണ്ടാണ്, അല്ലെങ്കിൽ ടോട്ടൽ ആർ എം എസ് വാല്യൂ ഓഫ് യുവർ ഫോൾട്ട് കറണ്ട്. ഓക്കെ, ഫോൾട്ട് കറണ്ട് ടോട്ടൽ ആർ എം എസ് വാല്യൂ ആണ്. അപ്പോൾ ടോട്ടൽ ആർ എം എസ് വാല്യൂ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? അവിടെ ഡി സി വാല്യൂയും വരും, അതുപോലെ തന്നെ എ സി വാല്യൂയും വരും. ഓക്കെ, അപ്പോൾ കറണ്ട് അസിമെട്രിക്കൽ കറണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി റൂട്ട് ഓഫ് x/√2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. കാരണം വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി സി ആണ്, അതുകൊണ്ട് അതിൽ ചേഞ്ച് വരുന്നില്ല. ഓക്കെ, ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, സോ അതാണ് നമ്മുടെ സിമെട്രിക്കൽ ബ്രേക്കിംഗ് കറണ്ടും അസിമെട്രിക്കൽ ബ്രേക്കിംഗ് കറണ്ടും. ഇനി ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്താണെന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് പവറാണ് അല്ലേ? ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് √3VI. ഓക്കെ, √3VI നമ്മളെ ബ്രേക്കിംഗ് കപ്പാസിറ്റി. ക്ലിയർ? അപ്പോൾ അതാണ് നമുക്ക് ഒന്നാമത്തെ ടേം നമുക്ക് അനലൈസ് ചെയ്യാനുള്ളത്. ബ്രേക്കിംഗ് കപ്പാസിറ്റിയാണ് ഒന്നാമത്തെ ടേം അനലൈസ് ചെയ്യാനുള്ളത്. രണ്ടാമത്തെ ടേം മേക്കിംഗ് കപ്പാസിറ്റി. ക്ലിയർ? അപ്പോൾ ബ്രേക്കിംഗ് കപ്പാസിറ്റി മേക്കിംഗ് കപ്പാസിറ്റിയുടെ പ്രധാന വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, നേരത്തെ ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ആർ എം എസ് വാല്യൂ ഡീൽ ചെയ്തുള്ള കാര്യങ്ങളായിരുന്നു. ഓക്കെ, ഇവിടെ എന്താണെന്ന് വെച്ചാൽ പീക്ക് വാല്യൂ ഓഫ് കറണ്ടാണ് എടുക്കുന്നത്. ഓക്കെ, സോ ഹിയർ പീക്ക് വാല്യൂ ഓഫ് കറണ്ട് ഡ്യൂറിങ് ദ ഫസ്റ്റ് cycle of current wave. Okay, peak value of current during first cycle of current wave നമ്മളെ സി ബി ക്ലോസ് ചെയ്ത് കഴിഞ്ഞുള്ള ഫസ്റ്റ് വാല്യൂ ഓഫ് കറണ്ട് വേവ് ആണ് എടുക്കുന്നത്. അതിനാണ് മേക്കിംഗ് കപ്പാസിറ്റി എന്ന്. ഓക്കെ, അപ്പോൾ പറഞ്ഞു പീക്ക് വാല്യൂ ആണ്. ഓക്കെ, പീക്ക് വാല്യൂ എന്ന് വെച്ചാൽ മാക്സിമം കറണ്ട്. ഇതിന് നമ്മൾ സിമ്പിളായി ഡിഫൈൻ ചെയ്യുമ്പോൾ മാക്സിമം കറണ്ട് ദാറ്റ് ക്യാൻ ബി ഹാൻഡിൽഡ് ബൈ സി ബി. ഓക്കെ, സി ബി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം കറണ്ട് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മേക്കിംഗ് കപ്പാസിറ്റിയും ബ്രേക്കിംഗ് കപ്പാസിറ്റി പോലെ റിലേഷൻ എന്താണെന്ന് വെച്ചാൽ, മേക്കിംഗ് കപ്പാസിറ്റി is equal to 2.55 times symmetrical braking capacity. ഓക്കെ, ആ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് നോട്ട് ചെയ്ത് വെക്കുക.
സോ ദിസ് ഈസ് എ സെക്കൻഡ് ടേം. ലാസ്റ്റ് ടേം ഒരു സിമ്പിൾ ടേമാണ്. അതിന് പറയുന്നത് ഷോർട്ട് ടൈം കറണ്ട് റേറ്റിംഗ്. ഓക്കെ, ഷോർട്ട് ടൈം കറണ്ട് റേറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഷോർട്ട് ടൈം കറണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഷോർട്ട് ടൈമിൽ ഹൈ കറണ്ട് ക്യാരി ചെയ്യാൻ പറ്റണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ സി ബി ക്യാൻ ക്യാരി വെരി ഹൈ കറണ്ട്. ഓക്കെ, വെരി ഹൈ കറണ്ട് ഫോർ ഷോർട്ട് ഡ്യൂറേഷൻ. ഷോർട്ട് ഡ്യൂറേഷനിൽ വെരി ഹൈ കറണ്ട് ക്യാരി ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് ഷോർട്ട് ടൈം കറണ്ട് റേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ട് കൂടുതൽ സമയം കുറവ്, ഇതായിരിക്കണം നമ്മുടെ കാര്യം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസ് ഞാൻ ചെയ്തു തരാം. പ്രോബ്ലംസ് കുറച്ച് എല്ലാത്തിൻ്റെയും നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഞാൻ പിന്നെ അത് ഡീൽ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ച് അനാലിസിസ് ഒക്കെ എന്ത് ചെയ്യാം, ക്ലിയർ ആക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അപ്പോൾ നോക്കാം. ഓക്കെ, ചെറിയ ചെറിയ ഈ പ്രോബ്ലംസിൻ്റെ അപ്ലിക്കേഷൻസൊക്കെ വരുന്നത് നമുക്ക് ഓരോരോ പ്രോബ്ലംസ് എടുത്തെടുത്ത് ചെയ്തിട്ട് നമുക്കതൊന്ന് ക്ലിയർ ചെയ്യാം എന്തായാലും. ഓക്കെ, അത് പ്രോബ്ലംസ് നമുക്ക് ചെയ്യുമ്പോഴേ കുറച്ചും കൂടി അതിലൊരു ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് നമുക്കത് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ സർക്യൂട്ട് ബ്രേക്കറുടെ റേറ്റിങ്സ് ഒക്കെ കഴിഞ്ഞു. ഇനി സർക്യൂട്ട് ബ്രേക്കറുടെ ടൈപ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ഹെഡിങ് കൊടുക്കുക ടൈപ്സ് ഓഫ് സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, ഇത് ആക്ച്വലി വക്ക തിയറി ടോപ്പിക്കാണ്. ഇതിൽ എല്ലാത്തിൻ്റെയും ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ നമ്മുടെ കോണ്ടാക്ട്സ് സെപ്പറേറ്റഡ് ആവുന്നു, ആർക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, സി ബി ഓപ്പൺ ആവുന്നു, റിലേ ഡിറ്റക്ട് ചെയ്യുന്നു, ഇതൊക്കെയാണ് എല്ലാത്തിലും കോമൺ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂവിൽ അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, ഡിസ്കസ് ചെയ്യുള്ളൂ. ബാക്കി നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വായിച്ചു വെക്കാം. കാരണം നമ്മളെ ബേസിക് പ്രിൻസിപ്പിൾ അറിയുവാണെങ്കിൽ ആ സെയിം കാര്യം തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് അത് ഞാനൊന്ന് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് സി ബി. അപ്പോൾ ഫസ്റ്റത്തെ ടൈപ്പ് നമ്മുടെ എയർ സി ബി എന്ന് പറയും, അല്ലെങ്കിൽ നമ്മളിതിനെ എയർ ബ്രേക്ക് സി ബി എന്ന് പറയാം. എയർ ബ്രേക്ക് സി ബി. ഓക്കെ, ആക്ച്വലി നമ്മുടെ ഈ സാധാരണ എയർ സി ബി എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടെണ്ണം പറയാം. പ്ലെയിൻ എയർ സി ബി എന്ന് പറയാം. ഓക്കെ, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആവുക. നമുക്ക് അങ്ങനെ അത്തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. അതായത് നമ്മൾ ഈ എയർ സി ബിയുടെ രണ്ട് ടൈപ്പുകളാണ് ആക്ച്വലി ഈ പ്ലെയിൻ എയർ സി ബി. ഓക്കെ, അതുപോലെ തന്നെ എയർ ബ്ലാസ്റ്റ് സി ബി എന്നുണ്ട്. എയർ ബ്ലാസ്റ്റ് സി ബി ക്ലിയർ. അപ്പോൾ ഈ എയർ സി ബി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അത് പ്ലെയിൻ എയർ സി ബി ആണ്. ഓക്കെ, പ്ലെയിൻ എയർ സി ബി ആണ്, അല്ലെങ്കിൽ അതിനെ വേറെ പേരിട്ട് വിളിക്കുന്നതാണ് എയർ ബ്രേക്ക് സി ബി എന്ന്. ഓക്കെ, എയർ ബ്രേക്ക് സി ബി ക്ലിയർ. രണ്ടാമത്തതാണ് വാക്വം സി ബി. മൂന്നാമത്തതാണ് ഓയിൽ സി ബി. നാലാമത്തതാണ് എയർ ബ്ലാസ്റ്റ് സി ബി. അഞ്ചാമത്തതാണ് നമ്മുടെ SF6 സി ബി. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഡിഫറെൻ്റ് ആയ സർക്യൂട്ട് ബ്രേക്കർ. ഇപ്പോൾ ഇത് അറിയാം, ഇതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് ആണ് നമുക്ക് കാര്യമായിട്ട് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് റേറ്റിംഗ് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ അജണ്ട ഈ ടൈപ്പിൽ ഒന്നാമത്തെ കാര്യം. സോ ഈ ടൈപ്സ് ഓഫ് സി ബിൻ്റെ വോൾട്ടേജ് റേറ്റിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ സാധാ എയർ സി ബി അല്ലെങ്കിൽ പ്ലെയിൻ എയർ അല്ലെങ്കിൽ എയർ ബ്രേക്ക് എന്ന് പറയുന്നത് വെറും 400 വോൾട്ട് മുതൽ 11 kV വരെയാണ്. ഓക്കെ, then അടുത്തത് വാക്വം സി ബി എന്ന് പറയുന്നത് 3.3 kV മുതൽ 33 kV വരെയാണ്. ക്ലിയർ. ഇനി അടുത്ത ഓയിൽ സി ബി 33 kV മുതൽ 220 kV വരെയും, എയർ ബ്ലാസ്റ്റ് സി ബി 66 kV മുതൽ
450 kV വരെയും SF6 33 kV മുതൽ 765 kV വരെയാണ്. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഡർ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വോൾട്ടേജ് റേറ്റിംഗ് എവിടെയാണ്. SF6AB ഏറ്റവും കുറവ് എവിടെയാണ്, ARCB. അത് അത്തരത്തിലൊരു ചോദ്യമാണെങ്കിൽ ഒരു ചോദ്യമായിട്ട് ഇതിൽ വരാം. ഓക്കെ, അതാണ് നമുക്ക് അറിഞ്ഞിരിക്കാനുള്ള പോയിന്റ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇതിൻ്റെ എല്ലാ കൺസെപ്റ്റുകളും നിങ്ങൾക്ക് തിയറി പോർഷനായിട്ട് വായിക്കാം. ഞാൻ അതിലെ മെയിൻ ടോപ്പിക്സ് എക്സ്ട്രാ വരുന്ന കാര്യങ്ങൾ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അത് നമുക്ക് അത്രയും ആവശ്യമായിട്ടും വരുന്നുള്ളൂ. ഓക്കെ, എന്താണ് ചോദ്യങ്ങൾ ഏത് തരത്തിലാണ് വരുന്നത് അത് മാത്രമേ അനലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ബാക്കി നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമുക്ക് നോക്കാം എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മെയിൻ പോയിൻറ്റ്സ് മാത്രം പറയാം. അപ്പോൾ ആദ്യം നമ്മുടെ ARCB അല്ലെങ്കിൽ നമ്മുടെ എയർ ബ്രേക്ക് CB. ഓക്കെ, എയർ ബ്രേക്ക് CBയിൽ നമ്മുടെ ആർക്ക് ഈസ് ക്വെഞ്ച്ഡ് ബൈ എയർ അല്ലെ, ആർക്കിനെ ക്വെഞ്ച് ചെയ്യുന്ന ആൾ എയർ ആണ്. പിന്നെ ഓർത്ത് വെക്കുക ഇതൊരു ഹൈ റെസിസ്റ്റൻസ് മെത്തേഡാണ്. ഓക്കെ, ഒരു ഹൈ റെസിസ്റ്റൻസ് മെത്തേഡാണ്. അപ്പോൾ ഹൈ റെസിസ്റ്റൻസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് കൂട്ടാനുള്ള മെത്തേഡുകൾ നിങ്ങൾ ഇവിടെ അക്കംപ്ലിഷ് ചെയ്യുക. അതൊക്കെ ലെങ്ത്ത് കൂട്ടുക, ആർക്കിനെ സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ആർക്ക് സ്പ്ലിറ്റിംഗ് ആണ്. ഓക്കെ, ആർക്ക് സ്പ്ലിറ്റിംഗ് ആണ് ഇവിടെ മെയിനായിട്ട് ഈ റെസിസ്റ്റൻസ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, സിമിലർലി ചെറിയ വോൾട്ടേജ് റേറ്റിംഗ് ആണ്, അതുപോലെ തന്നെ ലെസ് എക്സ്പെൻസീവ് ആണ് നമ്മുടെ ഈ കാര്യം. ഓക്കെ, ലെസ് എക്സ്പെൻസീവ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് അതിൽ അനലൈസ് ചെയ്യാനായിട്ട് വരുന്നുള്ളൂ. അടുത്തത് വാക്വം CB ആണ്. വാക്വം CB നമുക്കറിയാം വേക്കമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വേക്വം പ്രഷർ അല്ലേ, വേക്വം പ്രഷർ യൂസ് ചെയ്തിട്ട് നമ്മൾ ആർക്ക് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുന്നു. ഇപ്പോൾ ജനറലി വരുന്നത് അതിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ 10⁻⁻7 ടോറിൽ റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ബാറിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏത് തരത്തിലാണെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ വേക്വം CBയിൽ മെറ്റൽ വേപ്പർ, നമ്മുടെ മെറ്റൽ വേപ്പറാണ് എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആർക്ക് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈ പ്രഷർ വേപ്പർ മെറ്റൽസ് നമുക്ക് എന്ത് ചെയ്യാം അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മേജർ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആർക്ക് ക്വെഞ്ചിങ് നടത്താം. ഓക്കെ, ഫാസ്റ്റ് ആർക്ക് ക്വെഞ്ചിങ് മെത്തേഡ്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വേക്കം എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുക വെച്ചാൽ വേക്കത്തിൻ്റെ ഡൈലക്ട്രിക് സ്ട്രെങ്ത്ത് വളരെ കൂടുതലാണ്. ഓക്കെ, വേക്കത്തിൻ്റെ ഡൈലക്ട്രിക് സ്ട്രെങ്ത്ത് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഫാസ്റ്റായിട്ട് ആർക്ക് ക്വെഞ്ചിങ് എന്താണ് പോസിബിളാണ്. ഓക്കെ, രണ്ടാമത്തുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഇത് പ്രത്യേകം എന്താ വെച്ചാൽ ഹൈ വേപ്പർ പ്രഷർ. ഓക്കെ, ഹൈ വേപ്പർ പ്രഷർ ഉള്ളത് കൊണ്ട് തന്നെ കറണ്ട് ചോപ്പിങ്ങിനെ നമുക്ക് ലിമിറ്റ് ചെയ്യാം. ഹൈ വേപ്പർ പ്രഷർ ലിമിറ്റ്സ് ദ കറണ്ട് ചോപ്പിംഗ്. ഓക്കെ, കറണ്ട് ചോപ്പിങ്ങിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് അറിയേണ്ടത്. പിന്നെ ഇത് വേക്വം CB എവിടെയാണ് അപ്ലൈ ചെയ്യുക, അപ്ലിക്കേഷൻ ലെവൽ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതിൽ ചോദ്യമായിട്ട് വരാറ് അപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ കപ്പാസിറ്റർ ബാങ്കുകളിൽ ഉപയോഗിക്കുന്ന CB ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. കപ്പാസിറ്റർ ബാങ്കുകളിൽ യൂസ് ചെയ്യുന്ന വേക്വം CB ആണ്. അതായത് ഹൈ വോൾട്ടേജ് ലോ കറണ്ട് സ്വിച്ചിങ്ങിന് ഉപയോഗിക്കുന്ന ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ്. ഹൈ വോൾട്ടേജ് ലോ കറണ്ട് സ്വിച്ചിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ 33 kV വരെ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, 33 kV വരെ ഇത് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. ഓക്കെ, വേറെ കാര്യങ്ങളൊന്നും അതിൽ പറയാനില്ല, അപ്പോൾ അത് ഓർത്ത് വയ്ക്കും. അടുത്ത നമ്മുടെ ഓയിൽ CB ആണ്. ഓക്കെ, ഓയിൽ CB. അപ്പോൾ ഓയിൽ CBയിൽ ഓയിലിൻ്റെ ഫങ്ഷൻസ് നമുക്ക് മെയിൻലി 2 ഫങ്ഷൻസാണ് ഓയിൽ പെർഫോം ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ആക്ട്സ് ആസ് ആൻ
ഓക്കെ, അത് ഞാൻ ടൈപ്പുകൾ പറയാം, അപ്പോൾ അതാണ് ക്ലിയർ. ഓക്കെ, അതായത് ഓയിൽ സി ബി നമ്മൾ പറഞ്ഞു, ഓയിലിനെ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ആർക്ക് എക്സ്റ്റിങ്വിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓയിൽ സി ബിയിൽ 2 ടൈപ്പ് ഉണ്ട്. ഓക്കെ, അങ്ങനെ പറയാം. ഓയിൽ സി ബിയിൽ 2 ടൈപ്പ് ഉണ്ട്. അതാണ് ഒന്ന് ബൾക്ക് ഓയിൽ സി ബിയും അതുപോലെ തന്നെ മിനിമം ഓയിൽ സി ബിയും. ക്ലിയർ? അപ്പം 2 ഫങ്ഷൻസാണ് ആക്ച്വലി പെർഫോം ചെയ്യുക. ഓക്കെ, അതായത് 2 ഫങ്ഷൻസാണ് പെർഫോം ചെയ്യുക. 2 ഫങ്ഷൻസാണ് മെയിൻലി ഉള്ളത്. ഒന്ന് ആർക്കിനെ എക്സ്റ്റിങ്വിഷ് ചെയ്യലും പിന്നെ ഒന്ന് ആർക്കിനെ ഇൻസുലേറ്റ് ചെയ്യലുമാണ്. ഓക്കെ, ആർക്കിനെ ഇൻസുലേറ്റ് ചെയ്യുക, നമ്മൾ മറ്റുള്ള പാർട്സിൽ നിന്ന് ഇൻസുലേറ്റ് ചെയ്യുക എന്നുള്ള ഫങ്ഷനാണ്. ഓക്കെ, അപ്പം ഏത് ഇതാണ് 2 ഫങ്ഷൻസും പെർഫോം ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാം. ക്ലിയർ? അപ്പോൾ ആദ്യം നമുക്ക് ബൾക്ക് ഓയിൽ സി ബിയെ കുറിച്ച് അനലൈസ് ചെയ്യാം. ബൾക്ക് ഓയിൽ സി ബി. ഓക്കെ, അപ്പോൾ ഈ ബൾക്ക് ഓയിൽ സി ബിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബൾക്ക് ഓയിൽ സി ബി പെർഫോംസ് 2 ഫങ്ഷൻസ്. ഓക്കെ, 2 ഫങ്ഷൻസ് ബൾക്ക് ഓയിൽ സി ബി പെർഫോം ചെയ്യും. ഓക്കെ, അപ്പം 2 ഫങ്ഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആർക്കിനെ എക്സ്റ്റിങ്ക്റ്റ് ചെയ്യാം, അതോടൊപ്പം തന്നെ ഇൻസുലേഷനും നടത്താം. ഓക്കെ, ആർക്കിനെ എക്സ്റ്റിങ്ക്റ്റ് ചെയ്യുകയും ചെയ്യാം, ഇൻസുലേഷനും നടത്താം. അപ്പോൾ 2 ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ആർക്ക് അല്ലെങ്കിൽ നമ്മുടെ ബൾക്ക് ഓയിൽ സി ബി ആക്ട്സ് ആസ് ആൻ എക്സ്റ്റിങ്ക്വിഷിംഗ് മീഡിയം. ഓക്കെ, എക്സ്റ്റിങ്ക്വിഷിംഗ് മീഡിയമായിട്ട് വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് പറഞ്ഞു ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടീസും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്തുനിന്ന് എക്സിബിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം എക്സ്റ്റിങ്ക്വിഷിംഗ് മീഡിയ ആയിട്ടും വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഒരു ഇൻസുലേഷൻ ആയിട്ടും എന്ത് ചെയ്യും, ഇത് വർക്ക് ചെയ്യാറുണ്ട്. ക്ലിയർ? അതായത് ഇൻസുലേഷൻ കൊണ്ട് വർക്ക് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആർക്ക് എക്സ്റ്റിങ്ക്വിഷിംഗ് മീഡിയം അതുപോലെ ഇൻസുലേഷൻ കൊണ്ട് വർക്ക് ചെയ്യുന്നത് ഇൻസുലേറ്റിംഗ് ദ അല്ലെങ്കിൽ ഇറ്റ് ഇൻസുലേറ്റ്സ്, അങ്ങനെ പറയാം, ഇറ്റ് ഇൻസുലേറ്റ്സ് ദ എക്സിസ്റ്റിംഗ് പാർട്സ് അല്ല എക്സിസ്റ്റിംഗ് പാർട്സ് ഫ്രം എർത്ത്. ഓക്കെ, എർത്തിൽ നിന്ന് എക്സിസ്റ്റിംഗ് പാർട്ടിന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. അതുപോലെ തന്നെ എക്സ്റ്റിങ്ക്വിഷിംഗ് മീഡിയമായിട്ട് എന്ത് ചെയ്യും, യൂസ് ചെയ്യും. ക്ലിയർ? ഇനി രണ്ടാമത്തെ ടൈപ്പായ മിനിമം ഓയിൽ സി ബി. ഓക്കെ, മിനിമം ഓയിൽ സി ബിയുടെ പ്രത്യേകതകൾ എന്താണെന്ന് പറഞ്ഞാൽ ഇവരൊറ്റ ഫങ്ഷനേ ഉള്ളൂ. ഓക്കെ, ഓൺലി 1 ഫങ്ഷൻ. ആ ഓൺലി 1 ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ആക്ട് ഓൺലി ആക്ട്സ് ആസ് ആൻ എക്സ്റ്റിങ്ക്വിഷിംഗ് മീഡിയം. ഒരു എക്സ്റ്റിങ്ക്വിഷിംഗ് മീഡിയം ആയിട്ട് മാത്രമേ ഇത് ആക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇതൊരു ചോദ്യമായിട്ട് വരാറുണ്ട്, ഏതാണ് 2 ഫങ്ഷൻസും പെർഫോം ചെയ്യുന്നത്, ഏതാണ് 1 മാത്രം. അപ്പോൾ ബൾക്ക് ഓയിലാണ് 2 ഫങ്ഷൻസ് എക്സ്റ്റിങ്ക്വിഷിങ്ങും ഇൻസുലേറ്റിങ്ങും ചെയ്യുന്നത്. മിനിമം ഓയിൽ എക്സ്റ്റിങ്ക്വിഷിംഗ് മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ള കാര്യം മാത്രം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതൊരു ക്വസ്റ്റ്യനായിട്ട് കണ്ടുവരാറുണ്ട്. നെക്സ്റ്റ്, ഈ പറഞ്ഞ ബൾക്ക് ഓയിലിലെ ഈ എക്സ്റ്റിങ്ക്വിഷിങ് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ആർക്കിൻ്റെ എക്സ്റ്റിങ്ക്വിഷിങ് എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഹൈഡ്രജൻ്റെ കൂളിംഗ് എഫക്റ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ഹൈഡ്രജൻ്റെ കൂളിംഗ് എഫക്റ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഹൈഡ്രജന് ഒരുപാട് പ്രത്യേകത എന്ന് വെച്ചാൽ ഹൈഡ്രജനാണ് മെയിൻലി ഈ കൂളിംഗ് പ്രോപ്പർട്ടി ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ കൂളിംഗ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഈ ആർക്ക് എക്സ്റ്റിങ്ക്വിഷന് ഏറ്റവും ബെസ്റ്റ് ഗ്യാസ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഹൈഡ്രജൻ തന്നെ പറയാം. ഓക്കെ, അപ്പോൾ അത് തനിയെ എന്ത് ചെയ്യും, കൂൾ ഡൗൺ ചെയ്യും. ഓക്കെ, സിമിലർലി നമ്മുടെ ഡയലക്ട്രിക് സ്ട്രെങ്ത്, അതായത് നമ്മുടെ അയോണൈസ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടാകുന്ന സാധനത്തിനെ പെട്ടെന്ന് റീപ്ലേസ് ചെയ്ത് പോകാനും ഇത് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഫ്രഷ് ഓയിൽ കൊണ്ടുവരാനും അതുപോലെ തന്നെ ആർക്കിൻ്റെ ലെങ്ത്ത് കൂട്ടാനും ഒക്കെ എന്ത് ചെയ്യും, ഇത് സഹായിക്കാറുണ്ട്. ക്ലിയർ? അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, സിമിലർലി ഇവിടെ അതുപോലെ തന്നെ എക്സ്റ്റിങ്ക്വിഷിംഗ് മീഡിയമായിട്ട് നമ്മൾ മെയിൻലി കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസിനെ തന്നെയാണ്. കാരണം അതാണ് കൂളിംഗ് പ്രോപ്പർട്ടിയെ കൂടുതലായിട്ടും സഹായിക്കുന്ന ഒരു ഗ്യാസ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി
ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അഡ്വാൻറ്റേജ് നമുക്ക് മനസ്സിലാക്കാം. അതായത് നമുക്ക് ആർക്ക് ക്വെഞ്ചിങ് ഫംഗ്ഷന് പുറമെ നമുക്ക് ഏതും കൂടി വരുന്നുണ്ട്, കൂളിംഗ് ഫംഗ്ഷനും കൂടി പറയുന്നുണ്ട് അല്ലേ. ആർക്ക് ക്വെഞ്ച് ചെയ്യുന്നതിന് പുറമെ കൂളിംഗ് ഫംഗ്ഷൻ പറയും, അതുപോലെ തന്നെ ഇൻസുലേഷൻ ഫംഗ്ഷൻ അല്ലേ, ബാക്കിയുള്ളതൊന്ന് ഇൻസുലേഷൻ ഫംഗ്ഷൻ നമുക്ക് പറയാം. പക്ഷേ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കൂൾ ചെയ്യാൻ വേണ്ടി ആരെയാണ് ഈ യൂസ് ചെയ്യുന്നത്, ഹൈഡ്രജനെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹൈഡ്രജൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഹൈഡ്രജൻ ഈസ് എക്സ്പ്ലോസീവ്. ഓക്കെ, ഹൈഡ്രജൻ എക്സ്പ്ലോസീവ് ആണ്. അപ്പോൾ ഹൈഡ്രജൻ എക്സ്പ്ലോസീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫയർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഫയർ വരാനുള്ള സാധ്യത കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ഇൻഡോർ സബ്സ്റ്റേഷനിൽ ഇത് ഉപയോഗിക്കാറില്ല. ഓക്കെ, ഇൻഡോർ സബ്സ്റ്റേഷനുകളിൽ ഇത് ഉപയോഗിക്കാറില്ല, പുറത്ത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ക്ലിയർ? അപ്പം ഈ ഹൈഡ്രജൻ ഗ്യാസ് എക്സ്പ്ലോസീവ് ആണെന്ന് മാത്രമല്ല, ഇതിൻ്റെ കുറേ ഈ ഓയിലിൻ്റെ കുറേ ഈ ഓയിലിൻ്റെ റിമൈനിങ് കുറേ പാർട്സ് ഉണ്ടാവും. ഓയിലല്ലേ യൂസ് ചെയ്യുന്നത്, അപ്പോൾ റിമൈനിങ് ആയിട്ടുള്ള കുറേ ആർക്കിങ്ങിൻ്റെ പ്രൊഡക്ട്സ് ഉണ്ടാവും. ഈ ആർക്കിങ്ങിൻ്റെ പ്രൊഡക്ട്സൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിന് സെപ്പറേറ്റ് റിമൂവലിനുള്ള സംവിധാനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, മേക്ക് ചെയ്യണം. എന്നിട്ട് പുതിയ ഫ്രഷ് ഓയിലിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതൊക്കെ ഒരു tedious പ്രോസസ്സാണ്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം അവിടെ നോട്ട് ചെയ്യാം. ഇനി അടുത്തത് എയർ ബ്ലാസ്റ്റ് CB ആണ്. ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് വായിക്കാം, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ട പോയിൻറ്റ്സാണ് ഞാനിപ്പോൾ പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട്. നിർബന്ധമായിട്ടുള്ള കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ പറയാം. ബാക്കിയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിയറി, നിങ്ങൾക്ക് എന്താണ് ഇതിൽ പരിപാടി നടക്കുന്നത് എന്നുള്ള കാര്യം അറിയണമെങ്കിൽ നിങ്ങളൊന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി എയർ ബ്ലാസ്റ്റ് CB. ഓക്കെ, ഈ എയർ ബ്ലാസ്റ്റ് CB എന്താ ചെയ്യുന്നത് വെച്ചാൽ എയറിനെ ബ്ലാസ്റ്റ് ചെയ്യുകയാണ്, അതായത് കംപ്രസ് ചെയ്യുകയാണ്. ഓക്കെ, കംപ്രസ് ചെയ്യുകയാണ് എയറിനെ കംപ്രസ് ചെയ്യാനാണ്. ഈ കംപ്രസ് ചെയ്യുന്ന എയർ ഒരു ടാങ്കിൽ സ്റ്റോർ ചെയ്ത് അത്തരത്തിലാണ് നിങ്ങൾ ആർക്ക് എക്സ്റ്റിങ്ക്വിഷൻ നടത്തുന്നത്. ആർക്ക് എക്സ്റ്റിങ്ക്വിഷേഴ്സ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ പല ടൈപ്പുകളുണ്ട്. മറ്റേ ആക്സിയൽ ബ്ലാസ്റ്റ്, അങ്ങനെ കുറേ ടൈപ്പുകളുണ്ട്. അതിനൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ മേജർ ആപ്ലിക്കേഷൻ എവിടെ വരുന്നത് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ആപ്ലിക്കേഷൻ വേണമെങ്കിൽ ചോദിക്കാം. റെയിൽവേ ഇലക്ട്രിഫിക്കേഷനിലാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഓക്കെ, റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ പർപ്പസുകളിലാണ് ഇത് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നോക്കാം. എയർ ബ്ലാസ്റ്റ് CBയുടെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ സ്പീഡ് ഓപ്പറേഷനാണ്. ഓക്കെ, ഹൈ സ്പീഡ് ഓപ്പറേഷനാണ്. രണ്ടാമത്തെ ഇവിടെ കാർബൺ ഡെപ്പോസിറ്റ്സ് ഒന്നും ഇല്ല അല്ലേ, നേരത്തെ പോലെ എയർ ബ്ലാസ്റ്റ് ചെയ്യണം. അപ്പോൾ കാർബൺ ഡെപ്പോസിഷൻ ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ ക്ലീനിങ് ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ മെയിൻ്റനൻസ് വളരെ കുറവാണ്. മെയിൻ്റനൻസ് ഈസ് ലെസ്. ക്ലിയർ? അതുപോലെ നോ ഫയറിൻ്റെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പിന്നെ സൈസ് വളരെ കുറവുമാണ്. അതൊക്കെ ഒരു അഡ്വാൻറ്റേജാണ്. പക്ഷെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പഠിച്ച് ഓർക്കുന്നുണ്ടോ, എന്താണ്, എയർ ബ്ലാസ്റ്റ് CBയിലാണ് കറണ്ട് ചോപ്പിംഗ് ഒക്കർ ചെയ്യുക. ഓക്കെ, ഇത് തന്നെയാണ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാനുള്ള സാധ്യതയും. അപ്പോൾ എയർ ബ്ലാസ്റ്റ് CBയിലാണ് കറണ്ട് ചോപ്പിംഗ് ഒക്കർ ചെയ്യുക എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് ലാസ്റ്റ് വൺ SF6 CB. ഓക്കെ, അപ്പോൾ SF6 CB ആണ് നമുക്ക് ഏറ്റവും ഹൈ വോൾട്ടേജ് എക്സിബിറ്റ് ചെയ്യുന്നത് അല്ലേ. ഹൈ വോൾട്ടേജ് CB ഏതാണെന്ന് ചോദിച്ചാൽ SF6 ആണ്. സിമിലർലി സബ്സ്റ്റേഷനുകളിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ SF6 CB ആണ്. ഹൈ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ഹൈ വോൾട്ടേജുകളിലും ഏതാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ SF6 CB ആണ്. ഓക്കെ, SF6 നമ്മൾ എന്തുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇത് ഇൻഫ്ലേമബിൾ അല്ല, നോൺ ഇൻഫ്ലേമബിൾ ആണ്. ഓക്കെ, നമ്മൾ ഹൈഡ്രജൻ ഗ്ലാസൊക്കെ ഇൻഫ്ലേമബിൾ പറഞ്ഞ അതുപോലെ തന്നെ നോൺ ടോക്സിക് ആണ്. ഓക്കെ, വിഷപദാർത്ഥങ്ങളില്ല, അതുകൊണ്ടാണ് SF6 നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇത് യൂസ് ചെയ്യുന്നത് 765 kVക്ക് മേലെയുള്ള ഹൈ വോൾട്ടേജസിലാണ്. പിന്നെ SF6ൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് പറഞ്ഞാൽ, SF6 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ നെഗറ്റീവ് നേച്ചറാണ്. ഓക്കെ, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഹൈ ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഹൈ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക്
ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യാം, ഫാസ്റ്റ് ആർക്ക് ക്വെഞ്ചിങ് പ്രോപ്പർട്ടി നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഫയറൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി സുഖമാണ്. ഓക്കെ, എലിമിനേഷൻ ഓഫ് ഫയർ ഹസാർഡ്സ് ഈസ് ഈസി. ഓക്കെ, ഫയർ ഹസാർഡുകൾ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി എളുപ്പമുള്ള കാര്യമാണിത്. പിന്നെ SF6ൻ്റെ പ്രത്യേകത വെച്ചാൽ ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്ത് ആണ്. നമ്മുടെ എയറുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഡയലക്ട്രിക് സ്ട്രെങ്ത് ഒക്കെ 2 to 3 times എയർ ആണ്. ഓക്കെ, ഇതിൻ്റെ ഡയലക്ട്രിക് സ്ട്രെങ്ത് എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 kV/cm ആണ്. ഓക്കെ, നമ്മുടെ എയറിൻ്റെ ഓർമ്മയില്ല 33 അല്ലേ, അപ്പോൾ അത് 80 ആണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത കറണ്ട് ചോപ്പിംഗ് ഈസ് മിനിമം. ഓക്കെ, മിനിമം കറണ്ട് ചോപ്പിംഗ് ആണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങളും ഇവിടെ വരുന്നില്ല. ക്ലിയർ? അപ്പോൾ അത്രയും അഡ്വാൻറ്റേജുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മളിത് വരുന്നത്. അതുപോലെ തന്നെ ഇൻസ്റ്റലേഷൻ ടൈം, ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. ഇൻസ്റ്റലേഷൻ ടൈം ഈസ് ഓൾസോ ലെസ്. പെട്ടെന്ന് കാര്യങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് സഹായിക്കും. ഓക്കെ, ഇൻസ്റ്റലേഷൻ ഈസ് ലെസ്. ഒറ്റ ഡിസഡ്വാൻറ്റേജ് ആണ് ഇതിൽ മെയിനായിട്ടുള്ളത്. ഡിസഡ്വാൻറ്റേജ് ഈസ് ഹൈ കോസ്റ്റ്. SF6 നമുക്ക് അത്ര ഈസി ആയിട്ടൊന്നും അവൈലബിൾ ആവില്ല. ഹൈ കോസ്റ്റ് ആണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്നുള്ള ലെവലിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അതുപോലെ തന്നെ ലീക്കേജും കുറച്ചുണ്ടാവും. അപ്പോൾ അതും ഒരു ചെറിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതാണ് ഒരു ഡിസഡ്വാൻറ്റേജിൻ്റെ ലെവലിൽ നിങ്ങൾ കണക്കാക്കേണ്ട പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സർക്യൂട്ട് ബ്രേക്കറുകളുടെ വളരെ വിശദമായിട്ടുള്ള അനാലിസിസ്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറുമായിട്ട് ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ റിലേസിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ കാര്യങ്ങളും, ടൈപ്സ് ഓഫ് റിലേ, ഇത് വലിയൊരു ടോപ്പിക്കാണ് റിലേ എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുമ്പോൾ ചെറിയൊരു നേരത്തെ അനലൈസ് ചെയ്തെങ്കിലും ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുമ്പോൾ വളരെ വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ടൈപ്പുകളും അതിൻ്റെ കുറേ ക്വസ്റ്റ്യനുകളും കുറേ പ്രത്യേകതകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനുകളും പ്രത്യേകതകളൊക്കെ ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം. റിലേയിൽ കൂടുതലും ന്യൂമറിക്കൽസ് അല്ല, കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ് വരിക. അതുകൊണ്ട് തന്നെ തിയറി ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിക്കുക. അതുകൊണ്ട് തന്നെ റിലേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഓരോ റിലേയും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഈ സർക്യൂട്ട് ബ്രേക്കറിനൊക്കെ കുറച്ച് പ്രോബ്ലംസൊക്കെ ഉണ്ട്. ആ പ്രോബ്ലംസൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, റിലേ സ്റ്റാർട്ട് ചെയ്യാം. റിലേ അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രേക്കറിന് കുറച്ച് പ്രോബ്ലംസോ ഏതെങ്കിലുമൊക്കെ അതിൽ ചിലപ്പോൾ അതിൻ്റെ മിക്സിംഗ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നമുക്ക് റിലേസുമായിട്ട് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.